തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ അവൻ ചെയ്തു വെച്ചതാകുന്ന ഏതൊക്കെ നന്മകളുണ്ടോ തിന്മകളുണ്ടോ എല്ലാ അമലുകളും രേഖപ്പെടുത്തുകയാണ്. ഒരൊറ്റ ദിവസം ചെയ്തതാകുന്ന പ്രവർത്തനങ്ങൾ പോലെ ഖബറിലിരുന്നു കൊണ്ട് എഴുതി തീർക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അവന്റെ ചെറുപ്പകാലം മുതൽ അവൻ ചിന്തിക്കുകയാണ്, പ്രായപൂർത്തിയെത്തിയ തലം മുതൽ എത്രമാത്രമാകാ അശ്ലീലമാക്കപ്പെട്ടതാകുന്ന സിനിമകൾ കണ്ടുപോയിട്ടുണ്ട്. നഊദു ബില്ലാഹ്. ആ കാലഘട്ടം അവന് ചിന്തിക്കുകയാണ്. അന്നിതാ വളരെ വിരളമായിരുന്നു സിനിമാ തിയേറ്ററുകൾ. ഉള്ള തിയേറ്ററിന്റെ മുന്നിൽ പോയി ഇന്നുകൊണ്ട് ക്യൂ നിന്നതാകുന്ന ഘട്ടങ്ങളെ കുറിച്ച് അവന് ചിന്തിക്കുകയാണ്. ദൂരദർശൻ ടിവിയിലൂടെ ചാനലിലൂടെ സിനിമകൾ ഞായറാഴ്ച ദിവസം വൈകുന്നേരം വരുന്നത് കാണാൻ വേണ്ടി അന്യാകുന്ന കൂട്ടുകാരന്റെ വീട്ടിലേക്കും നാട്ടുകാരുടെ വീട്ടിലേക്കുമൊക്കെ ചേക്കേറിയതാകുന്ന രാവുകൾ അവൻ മനക്കോട്ട കെട്ടുകയാ. എത്രയോ രാവുകൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തനിക്ക് കൈമാറി തന്നതാകുന്ന ബ്ലൂ ഫിലിമിന്റെ സീരിയൽ ഇട്ട് കാണാൻ ശ്രമിച്ചവനാണ്. അങ്ങനെ മോശപ്പെട്ട തലത്തിലേക്ക് തന്റെ കാലുകളെ കൊണ്ടുപോയവനാണ്, തന്റെ കണ്ണുകളെ മലീമസപ്പെടുത്തിയവനാ. അതെല്ലാം അവന്റെ മനസ്സിൽ കടന്നു വരികയാണ്, അതെല്ലാം അവന് കുറിക്കുകയാണ്. അതേ നിലയിൽ തന്നെ നിലകൊള്ളുമ്പോഴും ചില ആളുകൾ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ ഹയ്യാല സ്വലാഹ് ഹയ്യാലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് ബാങ്ക് മുഴങ്ങിയപ്പോ ആ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറിയവനാണ്. നമസ്കാരം 5 വഖത്ത് ചിട്ടവച്ചവനാണ്. സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചവനാണ്. റമളാൻ പരിപൂർണമായി നോമ്പനുഷ്ഠിച്ചവളാണ്. പാവപ്പെട്ടവരുടെ കണ്ണീരപ്പിക്കൊണ്ട് നിലകൊണ്ട ഒരുപാട് സുഹൃതങ്ങൾ തന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചവരാണ്. വിശുദ്ധമായ ഖുർആൻ ഖത്മ് ചെയ്തവനാണ്. സ്വലാത്ത് അധികരിപ്പിച്ചവനാണ്. അള്ളാഹുവിന്റെ മഹത്തുക്കളെ വാഴ്ത്തിയവനാണ്. അവരുടെ മൗലിക കീർത്തനങ്ങൾ ആലപിച്ചവനാ. അള്ളാഹുവിന്റെ ഔലിയാക്കളെ ആദരിച്ചവനാണ്, ആദരിച്ചവളാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സുഹൃതങ്ങൾ ചെയ്തത് എല്ലാ നന്മ തിന്മകളും രേഖപ്പെടുത്തുകയാ. അങ്ങനെ ജീവിതത്തിൽ അവന്റെ നന്മ തിന്മകളും മുഴുവനും ഖബറിലിരുന്നു കൊണ്ട് രേഖപ്പെടുത്തുന്ന സമയമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എല്ലാ അമലുകളും രേഖപ്പെടുത്തിയതാകുന്ന ആ കഫൻ പുടവ അവന്റെ തോളിലേക്ക് ചുരുട്ടി അല്ലാഹു വെച്ചു കൊടുക്കുമേ. അതാണ് നാളെ മഹ്ശറയിലേക്ക് കൊണ്ടുവരിക എന്ന് വിശുദ്ധ ഖുർആൻ. വകുല്ലു ഇൻസാൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജ ലഹു യൗമൽ ഖിയാമ കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റ കിതാബക കഫാ بنفسك اليوم عليك حسيبا. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യ നാളെ അതാണ് നിനക്ക് അല്ലാഹു നിന്റെ കയ്യിലേക്ക് നൽകുന്നതായ ഗ്രന്ഥം. വലത് കയ്യിൽ ഏട് നൽകപ്പെട്ടവർക്ക് സന്തോഷമാണ്, അവർ ആഹ്ലാദ ചിത്തരാണ്. വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് വമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂൽ ഹാഉം ഖറഉ കിതാബിയാ ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയാ ഫഹുവ ഫീ ഐശത്തി റാളിയാ. അവൻ വലിയ സന്തോഷവാനാണ്, കാരണം വലത് കൈയിൽ ഏട് നൽകപ്പെട്ടതാണ്. ഏതാണ് ഈ ഏട്? ഇവന് ഖബറിൽ നിന്നുകൊണ്ട് എഴുതിയതാകുന്ന നന്മ തിന്മകള. അതെല്ലാം അല്ലാഹു ക്രോഡീകരിച്ച് അവന്റെ വലത് കൈയിലേക്ക് ഏടായി നൽകപ്പെടുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നാളെ നീ ഖബറിൽ വെച്ച് എഴുതപ്പെട്ടതാകുന്ന സർവ്വ നന്മ തിന്മകളും നാളെ ഖബറിലേക്ക് പോകുന്ന വേളയിൽ നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് നിന്റെ തോളത്ത് അല്ലാഹു നൽകുന്ന ഏട് ഈ ഏട് തന്നെയാണ് എന്നും വിശുദ്ധമായ ഖുർആൻ.
ഇതും ചുമന്നുകൊണ്ടാണ് മഹ്ശറയിലേക്ക് വരുന്നത്. കഫം പുടവ മുഴുവൻ ചുരുട്ടി തോളത്ത് വെച്ചുകൊണ്ട് മഹ്ശറയിൽ വരും. അത് തന്നെ ഏടാക്കി നന്മയാണോ കൂടുതലുള്ളതെങ്കിൽ വലത് കൈയിൽ നൽകും, തിന്മയാണോ അധികരിച്ചതെങ്കിൽ നമ്മുടെ നെഞ്ചിങ്ങനെ തുളച്ചിട്ട് ഇടത് കൈയുടെ പിൻഭാഗത്തിലൂടെ നൽകും സയ്യിദുനാ റസൂലുള്ളാഹി. ഒക്കെ വിശദീകരിക്കാൻ മഹ്ശറ മാത്രം പറയേണ്ടി വരും, ഒരുപാട് പറയണം അങ്ങോട്ട് പോകും. വേറെ വിഷയത്തിലേക്ക് പോകണ്ടാണ്. ഇടത് കൈയിൽ നൽകപ്പെടും. ഖുർആനിലുണ്ടല്ലോ വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂൽ യാ വൈലതാ ലൈതനി ലം ഊത കിതാബിയാ വലം അദ്രി മാ ഹിസാബിയാ യാ ലൈതഹാ കാനത്തിൽ ഖാളിയാ. ഇടത് കൈ നെഞ്ചിലൂടെ പിന്നിലേക്ക് തുളച്ചു വെച്ചിട്ട് ഇടത് കൈയിലേക്ക് ആർക്കെങ്കിലും കിതാബ് നൽകപ്പെട്ടാൽ വിശുദ്ധമായ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് ഉറപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, ഈ സദസ്സിൽ വന്നു ചേർന്ന മുഴുവൻ ആളുകളെയും അത്തരത്തിലുള്ള അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാന്മാര് തപസ്സിലാക്കി ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾക്ക് ഇടത് കയ്യിൽ കിതാബ് നൽകരുത് അല്ലാ. വലത് കയ്യിൽ ഏട് നൽകപ്പെട്ട സാലിഹീങ്ങളിൽ സാലിഹത്തുകളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. വല്ലാത്ത രംഗമാണ്. ഇടത് കയ്യിൽ കിതാബ് നൽകപ്പെട്ട ഹതഭാഗ്യരായ ആളുകൾ അവർ വിളിച്ചു പറയുകയാണ്, യാ വൈലത്താ യാ വൈലത്താ, എന്റെ നാശമേ, എന്റെ ദുഃഖമേ, എന്റെ വിരഹമേ, എന്റെ പ്രയാസമേ, ലൈതനീ ലം ഊത കിതാബിയാ, എനിക്ക് കിതാബ് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വലം അദ്രി മാ ഹിസാബിയാ യാ ലൈതഹാ കാനത്തിൽ ഖാളിയാ. ചുട്ടുപഴുത്തതാകുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് അല്ലാഹു വിചാരണ ചെയ്യുകയാണ്. 3000 വർഷം നിരന്തരമായി കത്തിച്ച നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുകയാ. വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടവൻ പറയുകയാണ്, യാ ലൈലത്താ ലൈതനീ ലം ഊത കിതാബിയാ വലം അദ്രി മാ ഹിസാബിയാ. എന്റെ ഈ വിചാരണയൊന്ന് കഴിഞ്ഞു കിടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. എനിക്ക് പ്രയാസമാണ്, നൊമ്പരമാണ്. എനിക്ക് ഈ കിതാബ് നൽകിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വിളിച്ചു പറയാൻ നരകാവകാശി അല്ലാഹു കാത്ത് സംരക്ഷിക്കട്ടെ. അവിടെ കൊണ്ടുവരുന്ന ഗ്രന്ഥം ഏതാണ്? നീ ഖബറിൽ നിന്നുകൊണ്ട് എഴുതുന്ന രംഗമാണ്. അത് മനസ്സിലായിക്കോ. ഇതൊക്കെ അവിടുന്ന് നീയാ ചാർട്ട് ചെയ്ത് വിടുന്നത്, അല്ലാതെ ഇതിനെ പറയൊന്നും മലക്ക് നിൽക്കൂല. നീ തന്നെ എഴുതണം എല്ലാം, ഒന്നും വിട്ടുപോകൂല. ഖബറിൽ നടക്കുന്ന ആദ്യത്തെ പ്രതിഭാസം സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ഖബർ നിന്നോട് തന്നെ സംസാരിക്കും സയ്യിദുനാ റസൂലുള്ളാഹി. ഖബറിലെ അടുത്ത പ്രതിഭാസം ഖബർ നിന്നോട് സംസാരിക്കും. ഹദീസില്ലേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബ്ദ ഇദാ വുളിഅ ഫിൽ ഖബരി ലയുകല്ലിമുൽ ഖബറു. ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ആ ഖബർ അവനോട് സംസാരിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നമ്മളെല്ലാവരും വാപ്പയെ കൊണ്ടുപോയി ഖബറടക്കി, ഉമ്മയെ കൊണ്ടുപോയി ഖബറടക്കി, സഹോദരങ്ങളെ കൊണ്ടുപോയി ഖബറടക്കി. നമ്മൾ തിരിച്ചിങ്ങ് പോരും. അവിടുത്തെ അവസ്ഥ നമ്മൾ അറിയണം, മനസ്സിലായിക്കോ. ആ ഖബർ അവനോട് സംസാരിക്കുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഖബർ സംസാരിക്കും. ഇവിടെ ചുമ്മാ പറയാം മണ്ണ് സംസാരിക്കുന്നത്. എന്തായി പറയുന്നത്? ഈ നാവ് ഇതിനാരാ സംസാര വിഭവം കൊടുത്തത്? ആരാണ്?
അല്ലാഹു ഈ നാവ് പോലെ തന്നെ ഒരവയവമല്ല ഈ കൈ. എന്റെ ഈ കൈക്ക് ഇപ്പോ സംസാര വൈഭവം ഉണ്ടോ? ഞാൻ ഈ നാവിട്ടടിക്കുന്നത് പോലെ എന്റെ ഈ കൈയിട്ട് ഇങ്ങനെ അടിച്ചാൽ ഒരു ഭാഷ ഇവിടുന്ന് പുറപ്പെടുന്നില്ല. എന്നാൽ നാളെ മഹ്ശറിൽ കത്തിച്ചലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കോടി ജനങ്ങളെ പടച്ചതമ്പുരുടെ തിരുച്ചൽവാറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജനവിഭാഗങ്ങളെയും ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല, കഴിഞ്ഞുപോയ ജനസഹസ്രങ്ങളെ മാത്രമല്ല, വരാനിരിക്കുന്ന ജനകോടികളെ മുഴുവനും പടച്ചറബിന്റെ തിരുഹലറത്തിൽ കൊണ്ടുവന്ന് വിചാരണയ്ക്ക് വേണ്ടി നിർത്തുമ്പോ ഈ നാവെന്ന് സംസാരിക്കൂല, അന്ന് സംസാരിക്കുന്നത് ഈ കൈകളാണെന്ന് വിശുദ്ധ ഖുർആൻ. എവിടെ പറഞ്ഞു? യാസീനുണ്ട്. ഇതൊക്കെ വല്ലപ്പോഴും ഓതണേ, മരിക്കുമ്പോ മാത്രം യാസീൻ അല്ല ഖുർആനിൽ ഹക്കീം. ആ സമയത്തുള്ള മാത്രം പോരാ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നാളെ അല്ലാഹുവിന്റെ തിരുസവിധത്തിൽ ചെല്ലുമ്പോ എന്നോട് സംസാരിക്കുന്നത് നിങ്ങളുടെ കൈകളാണെന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളുടെ വായകൾക്ക് നാം സീല് ചെയ്യും. ഇന്നുള്ള ഈ സംസാര വൈഭവം നാവിൻ്റെത് നാളെ ഉണ്ടാവൂല. ഇവിടെ ഇപ്പൊ ദുനിയാവില് നിങ്ങളൊരു കേസിൽ കുടുങ്ങി, അവിടെ നിങ്ങൾ കോടതിയിൽ പോയി ഒരു വക്കീലിനെ വെച്ചു. ആ വക്കീലിനെ വെച്ച് അതിന് സാക്ഷികളായിട്ട് കള്ളസാക്ഷികൾ ഒരു 10 എണ്ണത്തിനെ കൊണ്ടുവന്നു. അങ്ങനെ നിങ്ങൾ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടേക്കാം നിങ്ങളുടെ നാവിൻ്റെതാകുന്ന ഈ ഒരു മാധുര്യം കൊണ്ട്. പക്ഷെ നാളെ പടച്ചറബിന്റെ ദർബാറിൽ ഈ നാവ് കൊണ്ട് വർത്തമാനം പറഞ്ഞ് ജാമ്യം പറഞ്ഞിട്ട് കളവ് പറഞ്ഞിട്ട് കള്ളസാക്ഷിത്വം പറഞ്ഞിട്ട് രക്ഷപ്പെടാമെന്ന് വിശ്വാസികൾ ഒരാളും കരുതേണ്ടതില്ല. എന്തുകൊണ്ട്? ഈ നാവിന്റെ സംസാര വൈഭവം അള്ളാഹു എടുത്തു കളയും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് നാം സീല് വെക്കും. ഖുർആൻ പറയാണ്. എന്നിട്ട് സംസാരിക്കുന്നത് ഏതാ? ഈ നാവിന്റെ സംസാര ശേഷി അല്ലാഹു കൈകൾക്ക് ഇട്ടുകൊടുക്കും. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ തന്നെ പറഞ്ഞത് എന്തുകൊണ്ട്? എല്ലാവരും പഠിച്ചതും ഓതുന്നതും പഠിപ്പിക്കുന്നതുമായ സൂറത്താണ്. അതുകൊണ്ട് ഇനി ആരും അർത്ഥശങ്കയ്ക്കില്ലാതെ വേറെ ഏതെങ്കിലും ആയത്ത് ഓതിയാലോ അതൊക്കെ ഉണ്ടോന്നെങ്കിലും സംശയിക്കാം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? വിശുദ്ധമായ ഖുർആൻ വതുകല്ലിമുനാ ഐദീഹിം, നമ്മളോട് സംസാരിക്കുന്നവരുടെ കൈകളാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, നാളെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാവിന്റെ സംസാര വൈഭവം എടുത്തു കളഞ്ഞിട്ട് കൈകൾക്ക് സംസാരശേഷി ഇട്ടുകൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും ഖബറിലെ മണ്ണ് അതിന്റെ ചുറ്റുഭാഗം നമ്മളോട് സംസാരിക്കും. ഉറപ്പിച്ചോ? സയ്യിദുനാ റസൂലുള്ളാഹി ഇന്നൽ ഖബറ ലയുകല്ലിമുൽ അബ്ദ ഇദാ വുലിഅ ഫീഹി, ഒരടിമയെ കൊണ്ടുവന്ന് ഖബറിൽ വെച്ചാൽ ആ ഖബറവനോട് സംസാരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്താ പറയുന്നത്? ആ ഖബറവനോട് പറയുമത്രേ, അന ബൈത്തുൽ അന ബൈത്തുൽ വഹ്ശാ വ അന ബൈത്തുൽ ഖർബാ. പഠിച്ചു വെക്കണേ ഭീമാപ്പള്ളിയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദര, ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ ഖബർ നിന്നോട് സംസാരിക്കുന്ന രംഗമാ. ഖബറിൽ നടക്കുന്ന മറ്റൊരു അത്ഭുതത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന് നീ കാണുന്ന ഈ പച്ചമണ്ണ് നിന്നോട് നാളെ സംസാരിക്കുമത്രേ. ഒരു കാലഘട്ടത്തിൽ റസൂലുള്ള ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകവേ കയ്യിലുള്ളതാകുന്ന കല്ലുകൾ വന്നുകൊണ്ട് റസൂലുള്ളയോട് സലാം പറഞ്ഞു എന്ന് ഹദീസിലുണ്ട്. അത് കേട്ടിട്ട് ഒരുപക്ഷേ നീ ശക്ക് വെച്ചിട്ടുണ്ട് എങ്കിൽ, സംശയം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ സംശയിക്കേണ്ടതില്ല. കല്ലുകൾ നിന്നോട് സംസാരിക്കുന്ന ഘട്ടം കടന്നു വരികയാണ്. മണ്ണ് നിന്നോട് സംസാരിക്കും. 6 അടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബർ നിന്നോട് സംസാരിക്കും. ആ ഖബർ നിന്നോട് വിളിച്ചു പറയും അത്രേ, അന ബൈത്തുൽ ഖർബാ മാ ഖറക ബി. അല്ലയോ ആദം സന്തതികളെ, അല്ലയോ ആദം മനുഷ്യ, അല്ലയോ ഭീമാപള്ളിയുടെ പരിസരത്ത് ഖബറിലേക്ക് ഇറക്കപ്പെട്ട പെങ്ങളെ,
എന്നെ കൊണ്ട് നീ മനസ്സിലാക്കാത്തതെന്ത്? എന്നെ കൊണ്ട് വഞ്ചിതയായതെന്ത്? നീ എന്തേ നമസ്കരിക്കാതെ പോയത്? നീ എന്തേ നോമ്പ് പിടിക്കാതെ പോയത്? നീ എന്തേ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ പടിവാതിൽക്ക് വന്നിട്ട് പോലും തൗബ ചെയ്യാതെ നിലകൊണ്ടു പോയത്? നീ എന്തേ പാപങ്ങളെ സഹായിക്കാതെ പോയത്? നീ എന്തേ നിരാലംബരക്ക് അവലംബമാകാതെ പോയത്? നീ എന്തേ നാട്ടിലുള്ളതാകുന്ന പാവങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അത് അറിവ് വരുത്താതിരിക്കാൻ പോയത്? അവരുടെ ദുഃഖങ്ങളിൽ പങ്കാളിയാകേണ്ടിയിരുന്നു. നീ എന്തേ വിഷമങ്ങളും ദുഃഖങ്ങളും പങ്കാളിയാകാതെ പോയത്? ഞാനിതാ പുഴുക്കളുടെ വീടാണ്. ഖബറവനോട് പറയുമത്രേ, ആദ്യമായ ഖബർ പറയുന്ന വാക്കാണിത്. ഞാൻ പുഴുക്കളുടെ ഭവനമാണ്. ഞാൻ വിജനമാക്കപ്പെട്ട സ്ഥലമാണ്. ഇന്നലെ വരെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം തൊട്ടുരുമി കടന്നവനായിരിക്കാം. ഇന്നലെ വല്ല മനോഹരമാകുന്ന ബെഡിൽ ശയ്യവലംബിച്ചവനായിരിക്കാം. ഇന്നലെ വരെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം നല്ല സുഖലോലുപതിയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബനം കൊടുത്തുകൊണ്ട് മനോഹരമായ രീതിയിൽ നിദ്രയിൽ ഭവിച്ചവനായിരിക്കാം. ഇന്നലെ വരെ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവില്ലാതെ കാമുകനുമായി രഹസ്യമായി വേഴ്ച നടത്തിയവളായിരിക്കാം. എന്നാൽ ഇന്ന് നീ എന്താണ് മനസ്സിലാക്കിയത്? ഇന്നിതാ ഖബറിലേക്ക് വരുമ്പോ നിനക്ക് ഞാനുള്ളത് പുഴുക്കളുടെ വീടാണ്. ഇന്നിതാ പുഴുക്കളുടെ ഭവനമായി മാറുകയാണ്. ഇന്ന് വിജനമാക്കപ്പെട്ട സ്ഥലമാ. ഇന്ന് ഏകാന്തതയുടെ ഭവനമാണ്. ഇന്ന് ഒറ്റപ്പള്ളരിന്റെ രാവാണ്. ഇനി അങ്ങോട്ട് നിന്റെ ജീവിതം ഇതാ ഒറ്റപ്പള്ളരിന്റെ ലോകമാണ്. അതാണ് ആലമുൽ ബർസഖ്, മറയുടെ ഒരു ലോകം. ഖബർ എന്ന് പറയുന്നത് ഒരു ലോകമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി മനുഷ്യന്റെ ജീവിത ഘട്ടങ്ങൾ, 5 ജീവിത ഘട്ടങ്ങൾ പഠിക്കണം നമ്മൾ. യൂട്യൂബിലുണ്ട് വിനീതന്റെ പ്രഭാഷണം, 5 ജീവിത ഘട്ടങ്ങൾ മനുഷ്യന്റേത്. നിങ്ങൾ കേൾക്കണം, അള്ളാഹു തൗഫീഖ് തരട്ടെ. 1 ആത്മാക്കളുടെ ലോകം, ആലമുൽ അർവാഹ്. അവിടുന്ന് നമ്മൾ തുടങ്ങിയത്. നമ്മുടെ ജീവിതം അവിടുന്ന് തുടങ്ങി. ഇതൊക്കെ പഠിക്കണം. അതൊന്നും പഠിക്കാതെ നമ്മൾ ഇരുന്നിട്ട് എന്താ കാര്യം? ആത്മാക്കളുടെ ലോകം, ഇന്ന് കാണുന്ന ഈ ശരീരമില്ലാതെ നമ്മുടെയൊക്കെ ആത്മാവിനെ മാത്രമായി പടച്ച റബ്ബ് അവന്റെ തിരുസവിധത്തിൽ ഒരുമിച്ച് കൂട്ടിയത്രേ. അങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നു. 1000 കൊല്ലക്കണക്കിന് വർഷം നമ്മളവിടെ ജീവിച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അരുളിയിട്ടുണ്ട്. ഖുർആനിൽ വ്യക്തമാക്കുന്നുണ്ട്.